അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൗണ്ടൊക്കെ ഓക്കെ അല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ. എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ? സുഖായിരിക്കുന്നു വിചാരിക്കുന്നുണ്ട്. നമുക്ക് റമദാൻ അടുത്ത് വരികയാണല്ലേ? റമദാൻ അടുത്ത് വരുന്ന സമയത്ത് നമുക്ക് ഏവർക്കും അറിയാം, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും വാട്സപ്പിലാണെങ്കിലോ പള്ളികളിൽ നിന്നാണെങ്കിലോ മദ്രസയിൽ നിന്നാണെങ്കിലോ എവിടെ നിന്നാണെങ്കിലും നമുക്ക് ഒരുപാട് റമദാൻ ക്വിസ്, അതുപോലെ തന്നെ റമദാൻ പ്രഭാഷണങ്ങള്, അങ്ങനെ ഡിഫറെന്റ് മേഖലകള് നമ്മൾ കടന്നു പോകുന്നുണ്ടാവും. അതിലുപരി തൗബ ക്ലാസ്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ സെഷൻസുകൾ നമുക്ക് ലഭിക്കുന്നുണ്ടാവും. എന്നാലും അൽഹംദുലില്ലാ, നമ്മുടെ ഈ ഒരു റമദാനിനോട് അനുബന്ധിച്ചിട്ട് കുറച്ച് സമയം നിങ്ങളോട് സംവദിക്കാം എന്ന് വിചാരിക്കുകയുണ്ടായി. അതാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിന്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടായത്. അൽഹംദുലില്ലാ, അതിലുപരി ഞാൻ റമദാനിന് തൊട്ട് മുമ്പായി ഒരു 6 ഡേ വർക്ക്ഷോപ്പ് എന്നുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ഒരു ഫ്രീ സെഷൻ നിങ്ങൾക്ക് വെച്ചിരിക്കുന്നുള്ളത്. അപ്പൊ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തതിന്റെ ശേഷം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ 6 ഡേ വർക്ക്ഷോപ്പിന് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അൽഹംദുലില്ലാ, നമുക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടി പറ്റും നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, അല്ലേ? എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? നിങ്ങള് ഒന്നും മിണ്ടാതിരിക്കരുത്. ഒന്നുകിൽ അൺമ്യൂട്ടാക്കി സംസാരിക്കാം, അതല്ലെങ്കിൽ ചാറ്റ് ബോക്സ് ഉപയോഗിക്കാം. നിങ്ങൾ അവിടെ ഉണ്ടോ, കേൾക്കുന്നുണ്ടോ എന്നെങ്കിലും അറിയണ്ടേ? അപ്പൊ ഒരു റെസ്പോണ്ട് ഉണ്ടാവുകയാൽ നന്നായിരിക്കും ഇൻഷാ അല്ലാ. നിങ്ങൾ അവിടെ കേൾക്കുന്നുണ്ടോ? നമുക്കൊരു വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ തന്നെ എന്തായിരിക്കണം, അവിടെ ഒരു വർക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഓക്കെ ഇൻഷാ അല്ലാ. അപ്പൊ നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്താണ്? എന്താണ് നമ്മുടെ ആഗ്രഹം? ഞാൻ പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങൾ പറ, നിങ്ങളുടെ ആഗ്രഹം എന്താണ്? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യൂ. പെട്ടെന്ന്, നമുക്ക് ചെറിയ സമയമേ ഉള്ളൂ. ടൈമിന് അത്രമാത്രം വാല്യൂ കൽപ്പിക്കേണ്ട സമയങ്ങളിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നുള്ളത്. എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? എന്താണ്? ജീവിതത്തിൽ ജീവിതത്തിന്റെ ലക്ഷ്യം പറയുന്നെങ്കിൽ എന്തൊക്കെയോ ഉത്തരങ്ങൾ ഉണ്ടാകും, പക്ഷെ നമുക്ക് സമാധാനം കിട്ടണം. സമാധാനം ഇല്ലെങ്കിൽ ഒന്നും നടക്കൂല. Yes. അപ്പോൾ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നുള്ളത് സമാധാനം എന്നുള്ളതാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞിരിക്കുന്നത് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത് വളരെ കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ജീവിതത്തിന്റെ, നമ്മുടെ എല്ലാവരുടെയും അൾട്ടിമേറ്റ് ആയ ലക്ഷ്യം എന്ന് പറയുന്നത് ഹാപ്പിനെസ് ആണ്, സന്തോഷമാണ്. സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാവാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലെ? അപ്പൊ ആ സന്തോഷത്തിലൂടെ ആ സന്തോഷത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സമാധാനത്തിലൂടെ നമുക്ക് പോകണം. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാവരുടെയും താല്പര്യം എന്താണ്? നമുക്കൊക്കെ സ്വർഗത്തിൽ പോകണം എന്നുള്ളത്, അല്ലെ? ആ സ്വർഗത്തിൽ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ? അപ്പൊ ആ ഒരു ഹാപ്പിനെസ്സിലേക്ക് നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ നമുക്ക് 5 ഘട്ടങ്ങൾ പ്രധാനമായിട്ടും നമുക്ക് സക്സസ് ആവണം. ആ 5 ഘട്ടങ്ങളിലൂടെ നമ്മൾ വളരെ പ്രധാനമായും കടന്നു പോയാൽ മാത്രമേ നമുക്ക് ആ ജീവിതത്തിന്റെ യഥാർത്ഥമായ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം തന്നെയാണ്. ആരോഗ്യമില്ലാതെ ഒരു വ്യക്തിക്കും വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. എത്രയോ സമ്പത്തുണ്ട്. ആ സമ്പത്തുള്ള ഒരു വ്യക്തിക്ക് വിചാരിച്ച രീതിയിൽ ആരോഗ്യം ഇല്ല എങ്കിൽ ആ സമ്പത്തിനെ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ആ സമ്പത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക എവിടെയായിരിക്കാം? ഹോസ്പിറ്റലിലായിരിക്കാം. ഹോസ്പിറ്റലിൽ പോയി നമ്മൾ നമ്മുടെ സമ്പത്ത് ചെലവഴിക്കുക എന്നുള്ളത് നമ്മുടെ സന്തോഷത്തിലായിരിക്കുമോ? ഹോസ്പിറ്റലിൽ ആരെങ്കിലും വളരെ സന്തോഷത്തോടു കൂടി പോയി ക്യാഷ് കൊടുക്കുവോ?
ഇല്ല അല്ലെ? ഹോസ്പിറ്റലിൽ നമ്മൾ ചെലവഴിക്കുന്ന ക്യാഷുകളൊന്നും സന്തോഷത്തിലായിരിക്കില്ല. ഓരോ സെക്കൻഡുകളും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ക്യാഷ് ചെലവഴിക്കും തോറും നമ്മുടെ ഉള്ളില് പ്രയാസങ്ങളായിരിക്കാം, സങ്കടങ്ങളായിരിക്കാം. ഈ വ്യക്തിയെ നമുക്ക് തിരിച്ചു കിട്ടുമോ? ഈ വ്യക്തിയുടെ ആരോഗ്യാവസ്ഥ എന്തായിരിക്കാം? ഇത്രയും പൈസ ചെലവിട്ടിട്ടും ഇവരെ നമുക്ക് തിരിച്ചു കിട്ടുമോ എന്നൊക്കെയുള്ള ആശങ്കയും ഉത്കണ്ഠയും ആയിരിക്കാം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ടായിട്ടും ആ ആരോഗ്യം ഇല്ല എങ്കിൽ, ആരോഗ്യമില്ലാത്ത ഒരവസ്ഥയിൽ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് എത്തിപ്പെടുന്ന ഒരവസ്ഥ, അതല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ ഒന്നിനും പറ്റാത്ത ഒരവസ്ഥയിൽ നമുക്ക് വിചാരിച്ച രീതിയിലൊരു യാത്ര ചെയ്യാൻ വേണ്ടി പറ്റില്ല. വിചാരിച്ച ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി പറ്റില്ല. ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു സംഭവവും നമ്മൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റാത്ത ഒരവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ടതിനെ എത്തിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യം വേണം. റബ്ബ് സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഈമാൻ കഴിഞ്ഞാൽ, ഒരു വ്യക്തിക്ക് ഈമാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പിന്നീട് സെക്കൻഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ആരോഗ്യത്തെയാണ്. ആ ആരോഗ്യത്തിന് അത്രമാത്രം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, ഒരു വ്യക്തിക്ക് ഈമാൻ ഉറച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ആരോഗ്യം വേണം. അല്ലെ? നമുക്കറിയാൻ വേണ്ടി പറ്റും. നിൽക്കാൻ കഴിവുള്ളവൻ മാത്രമേ നിന്ന് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ. അല്ലാത്തവനോട് ഇരുന്നും കിടന്നും ഒക്കെ നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? ആ വ്യക്തിക്ക് ആരോഗ്യമില്ലാത്ത സമയത്ത് ആ വ്യക്തിക്ക് നിൽക്കാൻ വേണ്ടി പറ്റില്ല. എന്നാൽ പ്രോപ്പറായ നിസ്കാരത്തിന്റെ മുഴുവൻ ക്രമങ്ങളും നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ മാത്രമേ പറ്റത്തുള്ളൂ അല്ലെ? അപ്പൊ ആ പൂർണ്ണമായ ആരോഗ്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് പ്രോപ്പറായ രീതിയിൽ നമ്മുടെ ഇബാദത്തുകളും കാര്യങ്ങളും കർമ്മങ്ങളും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതൊരു നിസ്കാരത്തിലേക്ക് മാത്രമല്ല, ഏത് രീതിയിലേക്ക് എടുക്കുകയാണെങ്കിലും നമുക്ക് പ്രോപ്പറായ രീതിയിൽ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യം ആവശ്യമാണ്. ആ ആരോഗ്യത്തിലേക്ക് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മളുടെ ആരോഗ്യത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും മുഖ്യമായ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണമാണ്. നമുക്കറിയാൻ വേണ്ടി പറ്റും, നമ്മളുടെ ഭക്ഷണത്തെ നമ്മൾ സൂക്ഷ്മതയോട് കൂടി ഭക്ഷണത്തെ ഒരു മെഡിസിൻ എന്നുള്ള രൂപേണ, മെഡിസിൻ കഴിക്കുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ഭക്ഷണത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് മെഡിസിൻ എടുക്കേണ്ടി വരില്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ നമ്മുടെ ഭക്ഷണ രീതിയോ ഭക്ഷണക്രമങ്ങളോ ഒന്നും തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്രോപ്പറായ രീതിയിൽ കൊണ്ടുവരാത്തത് കൊണ്ട് നമുക്ക് ആ ഭക്ഷണം കഴിച്ച് മെഡിസിനെ പോലെ ഉപയോഗിക്കേണ്ട ഭക്ഷണത്തെ നമ്മൾ മിസ്യൂസ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നാം ആ ഒരു ഭക്ഷണം കഴിക്കുന്നതോടുകൂടി നമ്മൾ എന്താവുകയാണ്, നമ്മളുടെ ആരോഗ്യസ്ഥിതി കഷ്ടത്തിലാവുകയാണ് ചെയ്യണത്. ആ ആരോഗ്യാവസ്ഥ കഷ്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ വീണ്ടും മെഡിസിനിലേക്ക് നമ്മൾ മാറേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയം ഇത്രയും പ്രധാനപ്പെട്ട, നമുക്കിപ്പോൾ റമളാനാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ ആരോഗ്യത്തെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആരോഗ്യത്തെ മെയിൻറ്റെയിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആരോഗ്യത്തിനെ റെഡിയാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല 12 മാസത്തിൽ വെച്ചിട്ട് 11 മാസവും കഴിഞ്ഞിട്ട് ഒരു മാസത്തിൽ നമുക്ക് റമളാൻ തന്നിട്ടുണ്ടെങ്കിൽ, ആ നോമ്പ് തന്നിട്ടുണ്ടെങ്കിൽ, ആ നോമ്പ് എന്ന് പറയുന്നത് നമുക്ക് പകൽ സമയത്ത് മുഴുവൻ പട്ടിണിയും രാത്രിയിൽ അരപ്പട്ടിണിയും ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രാത്രി സമയത്ത് അരപ്പട്ടിണിയും പകൽ സമയത്ത് മുഴുവൻ പട്ടിണിയും കിടന്ന് നമ്മൾ ഒരു മാസം നമ്മൾ മുഴുവനും ആ നോമ്പ് അനുഷ്ഠിച്ച് കഴിയുമ്പോൾ, നോമ്പ് കഴിയലോട് കൂടിയിട്ട് നമ്മുടെ ശരീരം ഒന്നും കൂടി പുഷ്ടിപ്പെട്ട് ഒന്നും കൂടി ആരോഗ്യത്തോടെ ഒന്നും കൂടി എനർജറ്റിക് ആയിട്ടാണ് നമ്മൾ മാറേണ്ടത്. പക്ഷേ നമുക്കറിയാൻ വേണ്ടി പറ്റും, നമ്മുടെ ചുറ്റുപാടുകളിൽ ഹോസ്പിറ്റലുകളിൽ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റും, റമദാൻ കഴിയലോടുകൂടി ഹോസ്പിറ്റലുകളുടെ രോഗികളുടെ എണ്ണം കൂടി വരികയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കാം? ഈ ഒരു റമദാൻ മാസം നമുക്ക് നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വ തആല കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഗിഫ്റ്റാക്കി തന്നിട്ടുണ്ടെങ്കിൽ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് രോഗങ്ങൾ കൂടിയത് കൊണ്ടല്ലേ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൂടുതൽ എത്തിപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആവുന്നത്? അങ്ങനെ നമ്മൾ ആവാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിന്റെ രീതി തന്നെയാണ്. നമ്മുടെ നാടുകളില് ഇവിടെ ആരേലും അത്തരത്തിൽ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കണം. നമുക്ക് അറിയാൻ വേണ്ടി പറ്റും, ഈ 11 മാസം കഴിഞ്ഞിട്ട് 12ാമത്തെ മാസം ഒരു റമദാൻ മാസത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, ആ റമദാൻ മാസത്തിൽ നമ്മുടെ റോഡിന്റെ അരികളിൽ ഇഷ്ടം പോലെ സ്റ്റാൾസുകൾ വരുന്നത് കാണാം അല്ലെ? സമൂസ ഏറ്റവും മുഖ്യമാണ്. സമൂസ ഇല്ലെങ്കിൽ നോമ്പില്ല എന്ന് പറയുന്നത് പോലത്തെ ഒരു സിറ്റുവേഷൻസിലേക്കാണ് നമ്മുടെ നാട് മാറിയിരിക്കുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നുണ്ടെങ്കിൽ, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ആവുന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ട്? നമുക്ക്
നോമ്പ് എന്ന് പറയുമ്പോൾ, റമദാൻ എന്ന് പറയുമ്പോൾ എണ്ണക്കടി ഇല്ലാതെ ഒരു നോമ്പില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ ആയി മാറിയിരിക്കുന്നുണ്ട്. സത്യത്തിൽ റമദാൻ എന്ന് പറഞ്ഞാൽ എണ്ണ പലഹാരം കഴിക്കാനുള്ളതാണോ? നമുക്ക് ബാക്കി 11 മാസവും നമുക്ക് ഇഷ്ടം പോലെ യഥേഷ്ടം നമുക്ക് ഏത് സമയത്തും ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മുടെ മുന്നിലേക്ക് റബ്ബ് വെച്ച് നീട്ടിയിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ട് ഈ ഒറ്റ ഒരു മാസത്തിലേക്ക് മാത്രം നമ്മൾ ഈ പലഹാരത്തെ കൂടുതൽ കഴിക്കാൻ വേണ്ടി കോൺസെൻട്രേഷനിലേക്ക് നമ്മൾ കൊണ്ടുപോകണം? അവിടെ നമ്മൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾ, ആ സ്ത്രീകളാണ് നമ്മുടെ അടുക്കള നിയന്ത്രിക്കുന്നത്. നമുക്ക് ഈ ഒരു റമദാനിലെങ്കിലും എൻ്റെ കിച്ചണിൽ ഞാൻ അരുതാത്ത, ആരോഗ്യത്തിന് ഹാനികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കില്ല എന്ന ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റിയാൽ നമ്മുടെ ഒരു കുടുംബം ടോട്ടലായി രക്ഷപ്പെടുകയില്ലേ? എന്തുകൊണ്ട് നമുക്ക് ആ ഒരു തീരുമാനത്തിലേക്ക് വന്നുകൂടാ എന്നും കൂടി നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നുണ്ട്. നമുക്ക് ബാക്കിയുള്ള എല്ലാ മാസവും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ ഒരു മാസത്തെ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മുടെ ഭക്ഷണ ക്രമീകരണം നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം കൊണ്ടുവരാന്നുള്ളതാണ്. നമുക്ക് ശരിയാണ്, നമുക്ക് തൗബ വേണം, ഫോർഗീവ് വേണം, എല്ലാം ആവശ്യമാണ്. പക്ഷെ ഏതൊരു സംഭവത്തിലേക്കും ഇബാദത്തിലേക്ക് എത്തുമ്പോൾ ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത് ആരോഗ്യത്തേക്കാണ് പ്രാധാന്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആരോഗ്യത്തെ ഞാനും നിങ്ങളും വിളമ്പിക്കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്ന നമ്മുടെ ഫാമിലിയിലുള്ളവർക്ക് അവരുടെ ആരോഗ്യത്തെ കൂടി നമ്മുടെ കയ്യിലാണ് റബ്ബ് ഭദ്രമാക്കി വെച്ചിരിക്കുന്നുള്ളത് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി എനിക്കും നിങ്ങൾക്കും ആ ഒരു അവയർനെസ്സോട് കൂടിയിട്ട് ഈ ഒരു റമളാനിനെ വരവേൽക്കാൻ വേണ്ടി നമുക്ക് പറ്റണം എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് ആരോഗ്യത്തെ ആ രീതിയിൽ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്കറിയാൻ വേണ്ടി പറ്റും. നമ്മൾ അത്താഴം, അല്ലെ, അത് കഴിഞ്ഞാൽ പിന്നെ മണിക്കൂറുകളോളം കഴിഞ്ഞ് നമ്മുടെ നോമ്പ് തുറ, ആ നോമ്പ് തുറ കഴിഞ്ഞാൽ പിന്നെയോ ഇടയത്താഴം, അങ്ങനെയൊക്കെ പല നാട്ടിലും പല പേരുകളിലും പറഞ്ഞുകൊണ്ട് നമുക്ക് രാത്രിയിൽ 3-4 സെറ്റുകളായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. ആ ഒരു ക്രമങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് അത്രമാത്രം ലളിതമായി ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തിക്കൊണ്ട്, ലേറ്റായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട്, എണ്ണ പദാർത്ഥങ്ങളെ മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു റമദാനിനെ നമ്മൾക്ക് വരവേൽക്കാൻ പറ്റുകയാണെങ്കിൽ ഇതുവരെ അനുഭവിച്ച ഒരു റമദാനിനേക്കാളും കൂടുതലായിട്ടും നമുക്ക് ഈ ഒരു റമദാൻ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ ഒരു ആരോഗ്യത്തോടെ, കൂടുതൽ എനർജിയോടെ നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റും. ഇൻഷാ അല്ലാഹ് അതിന് റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. അപ്പം നമുക്ക് ഇനി ആരോഗ്യത്തേക്ക് വരുമ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് നമ്മുടെ ഫിസിക്കൽ ആരോഗ്യമാണ്. ഇനി ഈ ഒരു ഫിസിക്കൽ ആരോഗ്യം കഴിഞ്ഞാൽ സെക്കൻഡ് വൺ ആണ് നമ്മുടെ ആരോഗ്യത്തിൽ മെന്റൽ ആരോഗ്യം. ആ ഒരു മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നതും നമ്മുടെ ഈ ഒരു ഭക്ഷണ പദാർത്ഥത്തെ സ്വാധീനിച്ചിരിക്കുന്ന എങ്ങനെയാണ് മെന്റൽ ഹെൽത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ സ്വാധീനിക്കുന്നുള്ളത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ചിലപ്പോഴെങ്കിലും നമ്മുടെ ആ നോമ്പ് തുറ കഴിഞ്ഞ് നമ്മൾ ഇഷ്ടമുള്ള പലഹാരങ്ങൾ കണ്ട് അത് കൂടുതൽ അങ്ങോട്ട് നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവുന്നുണ്ട്, അല്ലേ? ഒരു പിരിമുറുക്കം ഉണ്ടാവുന്നുണ്ട്. ആ ഒരു അസ്വസ്ഥത കൊണ്ട് ഓവർ ആയി നമ്മുടെ വയറങ്ങോട്ട് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമുക്ക് ആ സമയത്ത് നമുക്ക് ഫിസിക്കലായിരിക്കുന്ന ബുദ്ധിമുട്ടല്ല ഉണ്ടാവുക. ആ സമയത്ത് നമുക്ക് മെന്റലായിട്ടാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. ഇങ്ങനെ ആ ചെറിയ രീതിയിൽ നമുക്ക് ആ ഒരു സ്പോട്ടിന് തന്നെ നമുക്ക് മെന്റലായിട്ട് ഡിസോർഡർ നമുക്ക് അനുഭവിക്കാറുണ്ട്, ഇല്ലേ? ഇവിടെ എല്ലാവരും ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചവരായിരിക്കാം, ഞാനടക്കം. നമുക്ക് ഒന്നുകിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ജ്യൂസ് ഒന്ന് കൂടുതൽ കുടിച്ചാൽ, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വേറെ എന്തെങ്കിലും പലഹാരങ്ങൾ കൂടുതൽ കഴിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ആ ബുദ്ധിമുട്ട് അനുഭവപ്പെടും എന്തായിരിക്കാം? നമുക്ക് പെട്ടെന്ന് ഉറക്കം വരും. നമുക്ക് വിചാരിച്ച രീതിയിൽ നമ്മുടെ നിസ്കാരത്തിലേക്കോ ഖുർആൻ പാരായണത്തിലേക്കോ നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല. ആ പോകാൻ വേണ്ടി പറ്റാത്തപ്പോൾ നമ്മൾ എന്തായിരിക്കാം, നോമ്പിന് മുമ്പിൽ നമ്മൾ തീരുമാനിച്ച് ഇത്ര ഓതണം, ഇത്ര നിസ്കരിക്കണം എന്നൊക്കെ. പക്ഷേ നമ്മുടെ ഈ ഒരു ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഡിസോർഡർ കാരണം നമുക്ക് നമ്മുടെ ആ വയറ് കൂടുതൽ ഓവർ ആയതുകൊണ്ട് ആ ഒരു ദിവസത്തിൽ തന്നെ നമുക്ക് പ്രോപ്പറായ രീതിയിൽ നമുക്ക് വിചാരിച്ച രീതിയിൽ ആ ഒരു ഇബാദത്ത് ചെയ്യാൻ പറ്റാത്ത സമയത്ത് നമ്മൾ അല്പം ടെൻഷനിലാവുന്നുണ്ടോ? ആ ടെൻഷനിലേക്ക് നമ്മൾ ആവുന്ന സമയത്ത് നമ്മളുടെ മെന്റൽ ഹെൽത്തിനെ അത് ബാധിക്കുന്നില്ലേ? തീർച്ചയായിട്ടും അവിടെ നമ്മുടെ ആ ഒരു മെന്റൽ ഹെൽത്ത് നമുക്ക് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം നോക്കുകയാണ് നമ്മുടെ എനർജി ലെവലും നമ്മൾക്ക് നമ്മുടെ ഹെൽത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എനർജി ലെവലിലും കൂടി നമ്മൾ ബാലൻസ്ഡ് ആയിരിക്കണം. നമ്മുടെ ഫിസിക്കൽ, മെന്റൽ, എനർജി, ഈ 3 ഭാഗമായിട്ടും നമ്മുടെ ബാലൻസ്ഡ് ആയാൽ മാത്രമേ നമുക്കൊരു പൂർണ്ണമായ ആരോഗ്യത്തോടെ നമുക്ക് നിലനിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ.
ആ പൂർണ്ണ ആരോഗ്യത്തോടെ കൂടിയിട്ട്, പൂർണ്ണമായ സന്തോഷത്തോട് കൂടിയിട്ട്, പൂർണ്ണതയോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ ആ എനർജിയെ ബാലൻസ് ചെയ്യണം എന്നുണ്ടെങ്കിലും അതിലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഭക്ഷണം തന്നെയാണ്. നമ്മുടെ എനർജിയെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എനർജിയെ ബാലൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഏത് രീതിയിലുള്ളതായിരിക്കണം. നമ്മുടെ എനർജിയെ നമ്മുടെ ചിന്ത വഴി നമുക്ക് ക്രമീകരിക്കാൻ വേണ്ടി പറ്റും. അതോടൊപ്പം നമ്മുടെ ഫുഡ് വഴി നമുക്ക് ക്രമീകരിക്കാൻ വേണ്ടി പറ്റും. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഏതൊക്കെ കോമ്പിനേഷൻ ഫുഡാണ് നമ്മുടെ അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി പറ്റുക. നമ്മളുടെ വായിലിട്ട് എല്ലാം അങ്ങോട്ട് വയറ്റേക്ക് പോവും എന്നുള്ളത് ഓക്കെയാണ്. പക്ഷെ ഇതെല്ലാം ഒരേ കോമ്പിനേഷൻ ആണോ? ഒരേ സമയത്ത് നമ്മളുടെ ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടി പറ്റിയതാണോ? ഏതൊക്കെ ഫുഡുകളാണ് നമുക്ക് ഏതൊക്കെ സമയത്ത് ഒരേ സമയത്ത് ഒരുമിച്ചകത്ത് പ്രവേശിക്കാൻ വേണ്ടി പറ്റിയത്? അതിനെ കുറിച്ചിട്ട് നമുക്ക് നല്ല ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമുക്കറിയാൻ വേണ്ടി പറ്റും നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എല്ലാം വളരെ നല്ലതാണ്. മാർക്കറ്റിൽ നിന്ന് നമുക്ക് പറ്റുന്ന നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ചിട്ട് ഏറ്റവും നല്ല ഫുഡ് നമ്മൾ വാങ്ങിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിലും, പക്ഷെ ഇതെല്ലാം നമ്മളുടെ ശരീരത്തിലേക്ക് എത്തുന്ന സമയത്ത് ഒരേ രീതിയിൽ നമ്മുടെ ശരീരത്തിന് ഇതിനെ ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റില്ല. ഏതുപോലെ നമ്മൾ ഒരുപാട് വില കൊടുത്ത് വാങ്ങിയ നമ്മുടെ ഒരു വണ്ടി, ആ വണ്ടി ഡീസൽ അടിക്കുന്ന വണ്ടി ഉണ്ടാവാം, പെട്രോൾ അടിക്കുന്ന വണ്ടി ഉണ്ടാവാം, അല്ലെ? അപ്പൊ ഈ ഡീസൽ അടിക്കുന്ന വണ്ടിയാണ് നമ്മൾ വാങ്ങിയതെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് അതിനെ കൊണ്ടുപോയി അദ്ദേഹം അത് മാറിയിട്ട് അതിലേക്ക് പെട്രോൾ അടിക്കുകയാണെങ്കിൽ പിന്നീട് എന്തായിരിക്കും സംഭവിക്കുക? അതേപോലെയാണ് നമ്മളുടെ അകത്തും നമ്മൾ എത്ര വർഷമാണോ ജീവിക്കുക എന്ന് നമുക്കറിയില്ല. ആ ജീവിതകാലം അവസാനം വരെ നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളെ ഉള്ളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഘടിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു എൻജിൻ, ആ എൻജിനെ നമ്മൾ പ്രോപ്പറായി കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നാം നമ്മുടെ ആ എൻജിൻ്റെ അകത്തേക്ക് കൊടുക്കുന്ന ഇന്ധനം പ്രോപ്പറായതായിരിക്കണം. നമ്മൾ ആ എഞ്ചിനിലേക്ക് കൊടുക്കുന്ന ഇന്ധനം എന്തും അതിന്റെ അകത്തേക്ക് ഒഴിച്ചാൽ പോവും എന്നുള്ള രീതിയിൽ ഏതൊക്കെ രീതിയിലുള്ളതാണോ നാം അതിന്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ എഞ്ചിൻ തകരാറിലാവും. നമ്മുടെ ആ അകത്തുള്ള എഞ്ചിൻ തകരാറിലാവുമ്പോൾ നാം നമ്മുടെ ആരോഗ്യാവസ്ഥ തകരാറിലാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആരോഗ്യമാവുന്ന നമ്മുടെ ഹാപ്പിനെസിന്റെ ഒന്നാമത്തെ പോയിന്റായ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ആ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നാം പുറത്തു പോയി എന്ത് തന്നെ സാധനങ്ങൾ വാങ്ങിയാലോ, ഏത് തരത്തിലുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ ലൈഫിനെ സെറ്റ് ചെയ്താലോ അതിനുള്ള കൺട്രോൾ സ്വയം നമ്മളുടെ കയ്യിൽ തന്നെ നമ്മൾ വെക്കുക എന്നുള്ളതാണ്. നമുക്കറിയാൻ വേണ്ടി പറ്റും, നമ്മുടെ വീട്ടിൽ ഒരു നോമ്പ് തുറ, നമ്മൾ പുറത്ത് എവിടെയെങ്കിലും ഒരു നോമ്പ് തുറ സൽക്കാരത്തിന് പോവുകയാണ്, അവിടെ ഡിഫറെന്റ് തരത്തിലുള്ള ഫുഡുകൾ ഉണ്ടാവാം. ഇതെല്ലാം കൂടി കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇതെല്ലാം കൂടി കഴിക്കണം എന്നുള്ളൊരു ടെൻഡൻസി വരും. എന്നാൽ നമ്മൾ അതിനെ ഒന്ന് ഫോക്കസ് ചെയ്യുക, എല്ലാം കൂടി ഒന്ന് ഒബ്സർവ് ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏതൊക്കെ ആണ് അതിൽ ഒരുമിച്ച്, ഏതൊക്കെ കോമ്പിനേഷൻ ആണ് അതിന്റെ ഒരുമിച്ച് അകത്ത് പോയാൽ ബുദ്ധിമുട്ടില്ലാത്തത് എന്നൊന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് നമുക്ക് ആക്ട് ആയതിനെടുത്ത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ മാത്രം സൂക്ഷിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മുടെ വായിന്റെ അകത്തേക്ക് നമ്മളല്ലാതെ വേറെ ആരും നമുക്ക് ഫുഡ് വെച്ച് തരില്ല. അതുകൊണ്ട് നമ്മളുടെ ആരോഗ്യം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും തീരുമാനം എടുക്കുക. ഈ ഒരു റമദാനിൽ ഞാനും നിങ്ങളും എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരിക്കണം നമ്മൾ 5 വഖത്ത് നിസ്കാരം, അതോടുകൂടി ബാക്കി തറാവിയെ, ബാക്കി സുന്നത്ത്, ഖുർആനോത്ത്, അതൊക്കെ നമ്മൾ തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം മുമ്പ് ഒരു പടി മുമ്പ് എന്നുള്ള പോലെ നമ്മൾ തീരുമാനിച്ച് നമ്മൾ ഇറങ്ങേണ്ട ഒരു വിഷയമാണ് എൻ്റെ ആരോഗ്യം ഞാൻ സൂക്ഷിക്കും. അതുകൊണ്ട് ആ ഒരു രീതിയിൽ നമ്മുടെ ഭക്ഷണക്രമത്തെ നമ്മൾ ക്രമീകരിച്ച് കൊണ്ടുവരാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാ ആ ഒരു രീതിയിൽ നാം നമ്മളുടെ ഭക്ഷണത്തെ ക്രമീകരിച്ചു കൊണ്ട് ഈ ഒരു റമദാൻ നമ്മൾ പ്രോപ്പറായി ആ ഒരു 30 നോമ്പ് നമ്മൾക്ക് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് മന്തിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾക്ക് എന്തോ ഒന്നില്ലാത്ത ഒരു എനർജി നമ്മളുടെ ഉള്ളിലേക്ക് ഉണ്ടാവും. നമുക്ക് കൂടുതൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ല എനർജി, ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റി കുറക്കുക, ക്വാളിറ്റി കൂട്ടുക. ക്വാളിറ്റി കൂട്ടിക്കൊണ്ട് ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതിൽ നിന്നായിരിക്കാം നമുക്ക് കൂടുതൽ എനർജി ഉണ്ടാവുക. അല്ലാതെ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി അങ്ങോട്ട് എടുത്ത് കഴിക്കുന്നു, ക്വാളിറ്റി തീരെ ഇല്ലാത്ത ക്വാണ്ടിറ്റി
ഒരുപാട് ക്വാണ്ടിറ്റി എടുത്താണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അതിൽ നിന്ന് കൂടുതൽ ബെനിഫിറ്റ് അല്ല ഉണ്ടാവുക, നമുക്ക് കൂടുതൽ ദോഷമായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ ഒരു വിഷയം നമ്മൾ എല്ലാവരും പ്രോപ്പറായി മനസ്സിലാക്കി വെക്കുക. ആ ഒരു വിഷയം മനസ്സിലാക്കുകയും അത്താഴ സമയം നമ്മൾ അത്താഴത്തിന് നമുക്കറിയാം അത്താഴം അത്തിപ്പഴത്തോളം എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ അത്താഴം കഴിക്കുക എന്നുള്ളത് സുന്നത്താണ്. പക്ഷെ ആ സുന്നത്തായ അത്താഴത്തെ നമ്മൾ ഒഴിവാക്കരുത്. പക്ഷെ അത്താഴത്തെ നമ്മൾക്ക് ഒരു കാരക്കയോ അത് അത്രയും മാക്സിമം ചെറിയ ഒരു അളവിലേക്ക് നമ്മൾ അത്താഴത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. അത്താഴം ചെറിയ അളവിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒന്ന് നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊന്നും മാറ്റാൻ വേണ്ടി പറ്റും. ഒരുപാട് പേര് വീട്ടിലുള്ള ഒരു ജോയിന്റ് ഫാമിലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 മണിക്കൊക്കെ എഴുന്നേറ്റ് അവർ അത്താഴത്തിലുള്ള പലഹാരം ഉണ്ടാക്കാൻ തുടങ്ങും. ആ വീട്ടിലെ ഉമ്മമാർക്ക് ചിലപ്പോൾ തീരെ റെസ്റ്റ് ഉണ്ടാവില്ല. അവരെല്ലാം കഴിഞ്ഞ് രാത്രിത്തെ പാത്രങ്ങളൊക്കെ കിടന്ന് ചിലപ്പോൾ ഉറങ്ങിയത് തന്നെ 1 മണിക്കായിരിക്കും. 3 മണിക്ക് എങ്ങാനും എഴുന്നേറ്റ് അവർ അത്താഴത്തിന്റെ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിലേക്ക് വരേണ്ടി വരും. ഇനി ഈ പലഹാരങ്ങളൊക്കെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കഴിയുമ്പോഴത്തേക്കും സുബഹിയും കൂടി കളാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടും. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അത്താഴം നമ്മൾ മാക്സിമം കുറക്കുകയാണെങ്കിൽ നമുക്ക് സുന്നത്താക്കപ്പെട്ട ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സിലേക്കോ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫ്രൂട്ട്സായ ഈത്തപ്പഴം നമുക്കറിയാം ഒറ്റ സംഖ്യയായിട്ട് 1, 3, 5, 7 ആ ഒരളവിൽ ഒറ്റ സംഖ്യയായിട്ട് നമ്മൾ ആ ഒരു ഈത്തപ്പഴത്തെ എടുത്ത് കഴിക്കുക എന്നുള്ള രീതി, അതോടുകൂടെ വേറെ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് ആഡാക്കുക എന്നുള്ള രീതി, ആ രീതിയിലേക്ക് നമ്മുടെ അത്താഴത്തെ നമ്മൾ മാറ്റുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചിട്ടും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ എഴുന്നേറ്റ് അവിടെ പോയി ഒരു ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി പോവേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ ആ ഒരു ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി പോയിട്ടില്ലെങ്കിലും അവിടെ നമ്മുടെ ഫാമിലിയിലേക്ക്, നമ്മളിലേക്ക്, സ്വന്തത്തിലേക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് ക്വാളിറ്റി കൂടിയ ഭക്ഷണമാണ്. ക്വാണ്ടിറ്റിയോ വളരെ കുറവും, വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ക്വാളിറ്റി കൂടിയ ഒരു പലഹാരം നമുക്ക് അവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും. അതേപോലെ നോമ്പ് തുറക്കുന്ന സമയത്തേക്കും നമുക്ക് ശ്രദ്ധിക്കാം. നോമ്പ് തുറക്കുന്ന സമയത്ത് പല ന്യൂസും ഇനിയിപ്പോൾ വരാം. ചില ആൾ പറയും പുളി കുടിക്കാൻ പാടില്ല, ചിലവർ പുളി കുടിക്കലാണ് ഏറ്റവും ബെറ്റർ, അങ്ങനെ പല രീതിയിലുള്ള മെസ്സേജുകളും വരാം. അത് ഓരോരുത്തരുടെ ബോഡിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓരോരുത്തരുടെയും ബോഡി ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് പുളി ചെറുനാരങ്ങ വെള്ളം വെറും വയറ്റിൽ കുടിച്ചവർക്കായിരിക്കാം നല്ല ആരോഗ്യം ഉണ്ടതെങ്കിൽ അവർ കൊടുക്കണ മെസ്സേജ് എന്തായിരിക്കാം, നിങ്ങൾ അത് കുടിച്ചോളൂ എന്നുള്ളത്. അതേസമയം അത് കുടിച്ചാൽ ബുദ്ധിമുട്ടായവരെന്തായിരിക്കാം, നിങ്ങൾ അത് കുടിക്കാൻ പാടില്ല എന്നുണ്ടാവും. അപ്പൊ ആ രീതിയിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടി വരുന്ന മെസ്സേജുകളെ കൂടുതൽ ഫോക്കസ് ചെയ്യാതെ നമ്മളുടെ ബോഡിയിലേക്ക് ഏതാണോ ആക്ട് ആയത് എന്ന് സ്വയം വിലയിരുത്തിക്കൊണ്ട് അവരവരുടെ ബോഡിയിലേക്ക് ആക്ട് ആയ രീതിയിൽ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തും വളരെ ലേറ്റ് ആയിക്കൊണ്ട് ഉള്ള ആ ഒരു രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കുക. അതിലും ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാൻ വേണ്ടി പറ്റും ഫ്രൂട്ട്സ് ആണ് ആദ്യം കഴിക്കേണ്ടത് എന്നുള്ളത്. എന്നാൽ നമുക്ക് ഫ്രൂട്ട്സ് ആദ്യം കഴിക്കുക, അതിൽ നമ്മൾ ഈത്തപ്പഴം കഴിക്കുക, വെള്ളം കുടിക്കുക, ഇതൊക്കെ നമുക്ക് കാലങ്ങളായിട്ട് നമുക്ക് അറിയാവുന്ന സംഭവമാണ്. അതൊന്നും ഇവിടെ ഞാൻ വിവരിച്ചു തരേണ്ട ആവശ്യമില്ല. പക്ഷെ അതിൻ്റെ കൂടെ നമ്മളൊരു ഫാഷനായി കൊണ്ടുവന്ന നമ്മുടെ പൊരിക്കടികൾ ഒന്ന് ഒഴിവാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. കഴിക്കേണ്ടത് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട് ഒഴിവാക്കേണ്ടത് നിങ്ങളുടെ എണ്ണ പലഹാരത്തെ നിങ്ങളൊന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. ആ ഒരു രീതിയിൽ ഇൻഷാ അള്ളാ നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി പറ്റട്ടെ. അതിലപ്പുറം നമുക്ക് നമ്മുടെ ഹാപ്പിനെസ് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് സമ്പത്ത് വേണം അല്ലെ. അപ്പോൾ ഈ സമ്പത്ത് നമുക്ക് നമ്മുടെ സന്തോഷം നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് സമ്പത്ത് വേണം. അപ്പൊ ഈ സമ്പത്ത്, നമ്മുടെ കയ്യിലുള്ള സമ്പത്തിനെ നമ്മൾ എങ്ങനെ ചെലവഴിക്കണം, ആ ചെലവഴിക്കുന്ന റൂട്ട് ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ പറഞ്ഞ ആരോഗ്യം എന്നുള്ള ആ ഒരു ഭാഗത്തെ നമ്മൾ ക്ലിയർ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ആരോഗ്യം എന്നുള്ള ഒരു ഭാഗത്തെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്താൽ സമ്പത്ത് എന്നുള്ള ഭാഗം നമുക്ക് ഓട്ടോമാറ്റിക് ക്ലിയർ ആയി പോകും. നമ്മുടെ സമ്പത്ത് അനാവശ്യമായ സ്ഥലങ്ങളിലേക്ക് ഒഴുകിപ്പോവില്ല എന്നുള്ളതാണ്. നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഹദീസുകളൊക്കെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവാം. മദീനത്തേക്ക് ചൈനയിൽ നിന്ന് 3 ഡോക്ടർമാരെ അയച്ച സംഭവം അല്ലെ. അവിടെ വർഷങ്ങളോളം ആ ഡോക്ടേഴ്സ് താമസിച്ചിട്ടും അവിടെ നിന്ന് ഒരു പേഷ്യന്റിനെ പോലും കിട്ടാതെ ഡോക്ടേഴ്സ് തിരിച്ചു പോവുകയാണ് ചെയ്തത്. തിരിച്ചു പോകുന്ന സമയത്ത് സ്വഹാബികളോട് ചോദിക്കേണ്ടായി, എന്തുകൊണ്ടാണ് ഇവിടെ ആരും രോഗികളില്ല എന്നുള്ളത്. അപ്പൊ അവിടെ നിന്ന് സ്വഹാബികൾ കൊടുത്ത മറുപടി, ഞങ്ങൾ ആരും വിശക്കാതെ ഭക്ഷണം കഴിക്കാറില്ല, ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് ഇതൊക്കെ നിറക്കാറില്ല. എടുത്തുക്കണോ? ബാഗിൽ ബുക്കൊക്കെ എടുത്തുക്കണോ? ഭക്ഷണം കഴിക്കണ സമയത്ത് വയറ് നിറയ്ക്കാറില്ല എന്നുള്ളത്. എന്നാൽ നമുക്കറിയാം, നമ്മൾ ഒരു ഭക്ഷണം കഴിച്ച് ആ ഭക്ഷണം കഴിക്കാൻ ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു
ഇറ്റ് വെള്ളം പോലും ആ വയറ്റിൽ കടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരിക്കും നമ്മൾ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത്. മൂക്കറ്റം കഴിച്ച് ഒന്ന് ശ്വാസം പോലും കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരിക്കാം നമ്മൾ ആ ഒരു ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. അപ്പൊ നമ്മളുടെ വയറ് എന്നും ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുന്ന സമയത്ത് അല്പം വിശപ്പ് ബാക്കി വെച്ചിട്ട് ഇനിയും കിട്ടിയാൽ കഴിക്കാൻ പറ്റും എന്നുള്ള ഒരു ടെൻഡൻസി വെച്ചിട്ട് വിശപ്പ് പൂർണ്ണമായും മാറാത്ത രീതിയിൽ ആ വിശക്കണ ഒരവസ്ഥ അവിടെ മാറ്റി വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. അല്ലാതെ വയറ് നിറച്ച് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളത്. അപ്പൊ ആ ഒരു വയറ് നിറച്ച് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് അവിടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഇൻഷാ അല്ലാ. അപ്പൊ ഇൻഷാ അല്ലാ ഇത്രയും സമയം പറഞ്ഞത് വെച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ ഇൻഷാ അല്ലാ സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും അൽഹംദുലില്ലാ. അപ്പൊ നമുക്ക് റമളാനുമായി കണക്ട് ചെയ്ത് ഇനി ഒരു 6 ഡേ വർക്ക്ഷോപ്പ് ഉദ്ദേശിച്ചിട്ടുണ്ട്. കൂടുതൽ കൂടുതൽ ഇനി ബാക്കിയുള്ള പോയിന്റ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അതല്ല ഇന്നത്തെ കാര്യം തന്നെ ധാരാളം മതി എന്നുണ്ടെങ്കിൽ ഇതിനെ തന്നെ ഫോക്കസ് ചെയ്ത് കൊണ്ടുപോവാം. എന്തായാലും ഇത്രയും സമയം എന്നെ കേട്ടിരുന്നതിന് സന്തോഷം. അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പേഴ്സണലി കോൺടാക്ട് ചെയ്യണേ. റിയൽമി എന്ന പേരുള്ളവര് മൈക്ക് അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ചോദിക്കാനാണോ? ഓക്കെ ഇൻഷാല്ലാ. അപ്പൊ ഒന്നും ചോദിക്കാനില്ല, അറിയാതെ അൺമ്യൂട്ട് ചെയ്തായിരിക്കും അല്ലേ? കുഴപ്പമില്ല. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? അഡ്മിഷൻ എടുക്കണമെന്ന് താല്പര്യമുള്ളവര് ഒന്ന് പേഴ്സണലി കോൺടാക്ട് ചെയ്യണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുട്ടി വിളിക്കില്ല.